നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. കേന്ദ്ര ബജറ്റിലായിരുന്നു ഇന്ത്യൻ ഓഹരി വിപണിയുടെ കണ്ണ്. വെള്ളിയാഴ്ച ബജറ്റ് അവതരണ ദിനത്തിൽ ശ്രദ്ധേയമായ നേട്ടമാണ് വിപണിക്കുണ്ടായത്. ഗ്രാമീണ മേഖലയിലടക്കം സ്പെൻഡിംഗ് വർദ്ധിക്കുമെന്ന പൊതുവിശ്വാസം ഒട്ടുമിക്ക എല്ലാ സെക്ടറുകളിലും നേട്ടമുണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. നിഫ്റ്റി 11,000-അരികിലേക്ക് എത്തുകയും ചെയ്തു. വരുന്നയാഴ്ചയും വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് കേന്ദ്ര ബജറ്റായിരിക്കും. ഒപ്പം നിരവധി റിസൾട്ടുകളും വരാനിരിക്കുന്നു. പതുപോലെ ഹെഡ്ജ് ഗൈഡൻസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രൻ മാർക്കറ്റ് വാച്ചിൽ ചേരുകയാണ്. നമസ്കാരം ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. ബജറ്റിനെ കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങിയത്. ഏതായാലും ബജറ്റ് വിപണിയെ ഡ്രൈവ് ചെയ്യുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എങ്ങനെ കാണാം ബജറ്റ് പ്രഖ്യാപനത്തെ? വിപണിയുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായ രീതിയിലാണോ കാര്യങ്ങൾ എത്തുന്നത്? വരും നാളുകളിൽ ഏത് തരത്തിലുള്ള സ്വാധീനമായിരിക്കും ബജറ്റ് വിപണിക്ക് നൽകുക? അഭിലാഷ്, ഈ ബഡ്ജറ്റിനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ എ വെൽ ബാലൻസ്ഡ് എലക്ഷൻ ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ അനലൈസ് ചെയ്യാം. കാരണം വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു എലക്ഷൻ ബഡ്ജറ്റ് തന്നെയാണ്. കാരണം ലോവർ ഇൻകം കാറ്റഗറി ഫാർമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇൻകം സപ്പോർട്ട് സ്കീം ഏകദേശം 6,000 രൂപ 6,000 rupees അവരുടെ അക്കൗണ്ടിലേക്ക് പാസ് ഓൺ ചെയ്യുന്നു. അതിനുവേണ്ടി 75,000 crore മാറ്റിവെക്കുന്നു. അത് മാർച്ച് 31 തന്നെ ഫസ്റ്റ് ഗഡു പാസ് ഓൺ ചെയ്യുന്നു. അതൊരു മൂവ്. രണ്ടാമത് MSP മിനിമം സപ്പോർട്ട് പ്രൈസ് ക്രോപ്സിന് മിനിമം സപ്പോർട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്തു. ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൂവ് തന്നെയാണ്. ഇതെല്ലാം വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കി തന്നെയുള്ളൊരു മൂവായിരുന്നു. അതോടൊപ്പം തന്നെ മിഡിൽ ക്ലാസ് കാറ്റഗറി ആളുകളുടെ ഇൻകം ടാക്സ് സ്ലാബ് ഇത് വളരെ വർഷങ്ങളായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇത് ഈ ലാസ്റ്റ് ബഡ്ജറ്റിലാണ് ഗവൺമെൻറ്റിന് അത് അനൗൺസ് ചെയ്യാൻ സാധിച്ചത്. അത് ഇൻക്രീസ് ചെയ്തു. അത് വലിയൊരു മൂവ് തന്നെയാണ്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിനെ സംബന്ധിച്ച് എല്ലാ പോസിറ്റീവായിട്ടുള്ള അനൗൺസ്മെൻറ്റുകളുണ്ടായി. ഈ പറഞ്ഞ മൂവുകളൊക്കെ തന്നെ ഒരു ഭാഗത്ത് വോട്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള മൂവ് തന്നെയാണ്. അത് നമ്മൾ മിനിമം സപ്പോർട്ട് പ്രൈസ് എടുത്താലും ഇൻകം സപ്പോർട്ട് സ്കീം എടുത്താലും അതുപോലെ തന്നെ ടാക്സ് മിഡിൽ ക്ലാസ് കാറ്റഗറി ആളുകളെ സംബന്ധിച്ച് ടാക്സ് റിലാക്സേഷൻ കിട്ടിയത് ഇതൊക്കെ തന്നെ ഒരു വലിയ ലോവർ കാറ്റഗറി അല്ലെങ്കിൽ വോട്ട് ബാങ്കിനെ ലക്ഷ്യമിട്ടുള്ളൊരു മൂവ് തന്നെയാണ്. വേറൊരു ഭാഗത്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ് 3.4 മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതാണ് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് എടുത്തത്. അതുപോലെ ടാക്സ് കളക്ഷൻ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഡബിൾ ചെയ്തു, 12,000 crore ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. ഇത് നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തതാണ്. പലപ്പോഴും ഫിസിക്കൽ ഡെഫിസിറ്റ് തന്നെയാണ് അത് ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്ന സാഹചര്യം. ഇങ്ങനെ ഒരു ഭാഗത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള പല മൂവുകളുമുണ്ട്. എന്നാൽ ഇതൊക്കെ അനൗൺസ് ചെയ്യാൻ ഈ ഒരു അവസാന ബഡ്ജറ്റിലേക്ക് മാറ്റിവെച്ചു എന്നുള്ളൊരു ആക്ഷേപം മാത്രമാണ് നിലനിൽക്കുന്നത്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് കൊടുക്കുന്ന ചില റിലാക്സേഷൻസ് ഒക്കെ തന്നെ NBFCകളെ സംബന്ധിച്ചും ബാങ്കുകളെ സംബന്ധിച്ചും അത് വളരെ പോസിറ്റീവാണ്. വളരെയധികം കിട്ടാക്കടങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ളത് അനൗൺസ്മെൻറ്റുകൾ ഇതൊക്കെ തന്നെ ഓവറോൾ നമ്മൾ ഈ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ബജറ്റ് തന്നെയാണ്. രണ്ട് വോട്ട് ബാങ്കിനെയും അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയും എല്ലാം തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എലക്ഷൻ ബഡ്ജറ്റ് എന്ന് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കാനുള്ള സാഹചര്യം ഇതാണ്. ഒന്ന്, ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ മിനിമം ഇൻകം സപ്പോർട്ട് സ്കീമൊക്കെ തന്നെ റൂറൽ ഇൻകം കൂടാനും അത് റൂറൽ സ്പെൻഡിങ് കൂടാനും അത് കൺസംഷൻ കൂടാനും അത് ഓവറോൾ എക്കണോമി ഒന്ന് മൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു സിസ്റ്റത്തിലേക്ക് ചെറിയ രീതിയിലെങ്കിലും പൈസ അല്ലെങ്കിൽ ഫണ്ട് പമ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഫൈനാൻസ് മിനിസ്റ്റർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എക്കണോമിയെ ഒരു പരിധി വരെ ഇത് ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് മാർക്കറ്റ് വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് വലിയ റൈഡിനുള്ളൊരു പോസിബിലിറ്റി വന്നതിൻ്റെ ഒരു പ്രധാന റീസൺ പോലും സ്റ്റോക്ക് മാർക്കറ്റ് ഇതിനെ വളരെ പോസിറ്റീവാണ് എടുത്തത്. ഇപ്പോൾ GST അതുപോലെ ടാക്സ് കളക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇപ്പോൾ വലിയ പ്രതീക്ഷ ഈ ബജറ്റിനെ സംബന്ധിച്ച് മാർക്കറ്റിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇതിനെ വെൽക്കം ചെയ്തതിൻ്റെ ഒരു പ്രധാന റീസൺ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് അതുപോലെ തന്നെ ടാക്സ് കളക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു പോലെയുള്ള മൂവുകളും റിയൽ എസ്റ്റേറ്റ് സെക്ടറിന് കൊടുത്തിരിക്കുന്ന ചില റിലാക്സേഷനൊക്കെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കണ്ടത്. സെൻസെക്സ് 36,500-അരികെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. പോയ വാരം വിപണിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പ്രത്യേകിച്ചും നിരവധി റിസൾട്ടുകൾ പോയ വാരവും വന്നു. വിപണിയുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായിരുന്നു ഈ റിസൾട്ടുകൾ? അഭിലാഷ്, ഈ വീക്ക് മാർക്കറ്റ് ഇനീഷ്യലി വളരെ വോളറ്റൈലായിരുന്നു. മാർക്കറ്റ് ട്യൂസ്ഡേ മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്ത് 10,000 ബിലോ മൂവ് ചെയ്തിരുന്നു. ഇതൊരു പ്രധാന റീസൺ ഗ്ലോബൽ ഗ്രോത്ത് കൺസേൺ തന്നെയായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ ഒരു സെൽ ഓഫ് ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തിരുന്നു. അതിൻ്റെ റിഫ്ലക്റ്റാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിഫ്റ്റി 10,600 ബിലോ പോയതിൻ്റെ ഒരു പ്രധാന റീസൺ ഈ ഗ്ലോബൽ ഗ്രോത്ത് കൺസേൺ തന്നെയായിരുന്നു. അതുപോലെ US ചൈന ട്രേഡ് വാർ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ കൊണ്ടാണ്. ഈ ന്യൂസുകളാണ് കഴിഞ്ഞ ഒരു 3 to 4 months ആയിട്ട് മാർക്കറ്റിനെ റൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇന്ത്യൻ മാർക്കറ്റിലും കണ്ടത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന കറക്ഷൻ അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇനീഷ്യൽ 3 days മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു പ്രധാന റീസൺ.
എന്നാൽ അതിനുശേഷം ബജറ്റ് റിലേറ്റഡ് ആയുള്ള ഡിസ്കഷൻസൊക്കെ തന്നെ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. നമുക്ക് തേഴ്സ്ഡേ ഫ്രൈഡേ മാർക്കറ്റിൽ വളരെ ഷാർപ്പായുള്ള റൈഡ് തന്നെ സംഭവിച്ചു. നിഫ്റ്റി 10,988 ഓൾമോസ്റ്റ് 450 പോയിൻറ്റ്സിൻ്റെ റൈഡാണ് കഴിഞ്ഞ 2 ദിവസം കൊണ്ടുണ്ടായത്. അപ്പോൾ 11,000 അടുത്തേക്ക് നിഫ്റ്റി റീബൗണ്ട് ചെയ്യാനുള്ള ഒരു പ്രധാന റീസൺ മാർക്കറ്റ് ഈ ബഡ്ജറ്റിനെ വെൽക്കം ചെയ്തു എന്നുള്ളതിൻ്റെ സൈൻ തന്നെയാണ്. ഇപ്പോൾ ഗ്ലോബൽ ഗ്രോത്ത് കൺസേൺ ഉണ്ടായിട്ടും ഗ്ലോബൽ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചിട്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ ഒരു പ്രധാന റീസൺ ഈ ബജറ്റിലുണ്ടായിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ വീക്ക് വളരെ ആക്റ്റീവായും 5,000 ക്രോറിനടുത്തേക്ക് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ബൈയിങ് സൈഡിലേക്ക് വന്നു എന്നുള്ളതും പോസിറ്റീവാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെറിയ രീതിയിലെങ്കിലും ഒരു സെല്ലിംഗ് സൈഡിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഓവറോൾ ഈ മാർക്കറ്റിനെ ഈ വീക്ക് മാർക്കറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം മൊമെൻറ്റം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് സംഭവിച്ചു. ഇനി എന്തായാലും നെക്സ്റ്റ് വീക്ക് അഗൈൻ ബജറ്റ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ആയിരിക്കാം മാർക്കറ്റിനെ റൈഡ് ചെയ്യിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് ഈ ബജറ്റിനെ വെൽക്കം ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു റിസൾട്ട് സീസൺ ആയിരുന്നു. ആക്സിസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. അത് ആ സ്റ്റോക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഡോക്ടർ റെഡ്ഡീസ് NTPC ഇൻലൈൻ വിത്ത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. എന്നാൽ V-Guard HDFC മാർക്കറ്റിൻ്റെ പ്രതീക്ഷ നിലനിർത്താൻ സാധിച്ചില്ല. എന്തായാലും വരുന്ന റിസൾട്ടുകൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫേവറബിൾ തന്നെയാണ്. നമ്മൾ ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ റിസൾട്ടുകൾ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിരുന്നു. LIC ഹൗസിംഗ് ഫിനാൻസ് ഒക്കെ തന്നെ ഒരു ക്രൂഷ്യൽ റിസൾട്ട് തന്നെയായിരുന്നു. അത് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്ററായി വന്നത് മാർക്കറ്റിനെ എൻകറേജ് ചെയ്യുന്നൊരു ന്യൂസ് തന്നെയായിരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, അടുത്ത ആഴ്ചത്തെ സാധ്യതകളെ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ ബജറ്റ് ഒരു നിർണായക ഘടകമായി തുടരുക തന്നെ ചെയ്യും എന്ന് വേണം കരുതുവാൻ. ഒട്ടും മാത്രമല്ല, തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോവുകയാണ്. ഇതെല്ലാം വരുന്ന ആഴ്ചകളിൽ വിപണിയെ സ്വാധീനിച്ചേക്കാം. ഒപ്പം നിരവധി റിസൾട്ടുകൾ ഇനിയും വരാനുണ്ട്. എന്തൊക്കെയായിരിക്കാം പ്രധാനപ്പെട്ട ഘടകങ്ങളായി അടുത്ത ആഴ്ച താങ്കൾ കാണുന്നത്? അഭിലാഷ്, നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ റൈഡ് ചെയ്യിക്കുന്ന ഒന്ന് ബജറ്റ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ്, 2 7th വരുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസി തന്നെയാണ്. അതൊരു മേജർ ഇവൻറ്റ് തന്നെയാണ്. ബജറ്റിലുപരി മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് ഈ 7th വരുന്ന RBIയുടെ പോളിസിയിലേക്ക് തന്നെയാണ് മാർക്കറ്റിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. എന്തായാലും നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. 11,000 മാർക്ക് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഈ ചില പോസിറ്റീവായിട്ടുള്ള അനൗൺസുകൾ അല്ലെങ്കിൽ ഒരു ഔട്ട്ലുക്ക്, RBIയുടെ ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഈ ബജറ്റ് അതിൻ്റെ ഡിസ്കഷൻസൊക്കെയാണ് പലപ്പോഴും നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൻ്റെ ഏത് ലെവലിലേക്ക് മാർക്കറ്റ് പോകണം എന്ന് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് വരുന്ന RBIയുടെ പോളിസി മീറ്റ്, അതോടൊപ്പം തന്നെ ഈ ബജറ്റ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസൊക്കെ തന്നെയാണ്. അതുപോലെ ചില റിസൾട്ടുകൾ വരാനിരിക്കുന്നു. പ്രധാനമായിട്ടും ഗെയിൽ, ACC, സിപ്ല, ലൂപ്പിൻ, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഈ റിസൾട്ടുകൾ വരാനിരിക്കുന്നു. ഈ റിസൾട്ടുകൾ ഇൻഡിവിജ്വലായി സ്റ്റോക്കിനെ എൻ്റെ മൂവ് തീരുമാനിക്കും. അതോടൊപ്പം തന്നെ മേജറായിട്ടുള്ള 2 ഈവൻറ്റ് എന്ന് പറയുന്നത്, ഒന്ന് റിസൾട്ട്, 2 RBIയുടെ പോളിസി തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൻ്റെ ഫർദർ മാർക്കറ്റ് ഏത് ലെവലിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത് നെക്സ്റ്റ് വീക്ക് വരുന്ന RBIയുടെ പോളിസി തന്നെയാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള. മാർക്കറ്റ് വാച്ചിൽ ഇനി ആഴ്ച ലഭിച്ച ഒരു കത്തിലേക്ക് പോകാം. തൃശ്ശൂരിൽ നിന്നും ഹേമലതയുടെ കത്താണ് എടുക്കുന്നത്. ഹേമലതയുടെ പോർട്ട്ഫോളിയോ നൽകിയിട്ടുണ്ട്. അവരുടെ കൈവശമുള്ള സ്റ്റോക്കുകൾ ബൽറാംപൂർ ചീനി, പെട്രോനെറ്റ്, ഹാവൽസ്, മദേഴ്സൺ, ഡാബർ, ഇൻഡിഗോ, ബജാജ്, ഫെഡറൽ ബാങ്ക്, ICICI ബാങ്ക് ആൻഡ് പവർ ഗ്രിഡ്. ഈ സ്റ്റോക്കുകളിൽ ഏത് നിലപാട് സ്വീകരിക്കണമെന്നാണ് ഹേമലത ചോദിക്കുന്നത്? ഇതിൽ ആദ്യമായി ബൽറാംപൂർ ചിനിയാണ്, ഒരു ഷുഗർ കമ്പനിയാണ്, മാനുഫാക്ചറിങ് ആണ്. ഇതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്ക് വളരെ പോസിറ്റീവാണ്, മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. ഇനീഷ്യലായിട്ട് വന്നൊരു ഹൈ 150 ആണ്. ആ ലെവലിൽ നിന്നൊരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തിരുന്നു. ഈവൻ ഇപ്പോഴത്തെ 100 റേഞ്ചിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ രീതിയിലൊരു ബൈ ഇനീഷ്യേറ്റ് ആവുന്ന ഒരു ലെവലിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു കറക്ഷൻ ഒരു 95-96 ലെവലിലേക്ക് ബൽറാംപൂർ ചിനി മൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇത് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. 120 ലെവലിലേക്ക് സ്റ്റോക്ക് റൈഡ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി, 120 to 130 ലെവലിലേക്ക് ഒരു മൊമെൻറ്റം വളരെ പോസിറ്റീവായി നിലനിൽക്കുന്നതുകൊണ്ട് അടുത്തൊരു കറക്ഷനോടുകൂടി വീണ്ടും ഒരു റൈഡിനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തൊരു സ്റ്റോക്കാണ്. ഈ സെക്ടർ ഇപ്പോഴത്തെ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ പോസിറ്റീവാണ്. അതുകൊണ്ട് ബൽറാംപൂർ ചിനി ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. മൊമെൻറ്റം വളരെ പോസിറ്റീവായിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അടുത്തത് പെട്രോനെറ്റ് LNG ആണ്. വളരെ നല്ല മാനേജ്മെൻറ്റ്, അതോടൊപ്പം തന്നെ പ്രോഫിറ്റബിലിറ്റി. ഇത് കൺസിഡർ ചെയ്യുമ്പം ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലും പെട്രോനെറ്റ് LNG ഒരു സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് തന്നെയാണ്.
രണ്ടാമത് ഈ സ്റ്റോക്കിൽ ഡൗൺ സൈഡ് റിസ്ക് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് കുറവാണ്. 250 വരെ റീസെൻ്റായിട്ട് ഹൈ പോയതാണ്. അതിനുശേഷം 200 റേഞ്ചിലേക്ക് ഒരു ഇയർലി ലോ എന്ന് പറയുന്നത് 200 ആണ്. ഏകദേശം 210 റേഞ്ചിലാണ് ഇപ്പോഴും സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ അടുത്തൊരു ലെവൽ 210 ലെവലിലേക്ക് അഗൈൻ ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് വരികയാണ്. 222 ലെവലിലാണ് 220 ലെവലിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അഗൈൻ 210 ലെവലിലേക്ക് ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് വാല്യൂ ഏരിയ ആണ്. ലോങ് ടൈം വ്യൂവിൽ സേഫായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബെറ്റ് തന്നെയാണ് പെട്രോനെറ്റ് LNG. 240 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്തത് ഹാവൽസ് ആണ്. ഈ ബജറ്റിൻ്റെ ഒരു ബെനിഫിഷ്യറിയാണ് ഹാവൽസ്. പലപ്പോഴും മാർക്കറ്റ് വാച്ച് വളരെ ലോവർ ലെവൽ പോലും റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ്. റീസെൻ്റായിട്ട് 739 വരെ ഈ സ്റ്റോക്ക് ഹൈ പോയതാണ്. 734 ആ ഒരു ഹൈയിൽ തന്നെയാണ് ഇപ്പോഴും മൂവ് ചെയ്യുന്നത്. കാരണം ഈ ബജറ്റ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്കം, അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ തന്നെ ഹാവൽസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. റൂറൽ സ്പെൻഡിങ് കൂടാനുള്ള സാഹചര്യം, അഫോർഡബിൾ ഹൗസിംഗ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ തന്നെ ഹാവൽസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണ് അതതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത്. 734 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. ഇയർലി ഹൈയുടെ അടുത്ത് തന്നെയാണ് ട്രേഡിംഗ് നടക്കുന്നത്. അഗെയിൻ ഒരു ഡീപ്പ് കറക്ഷൻ വരികയാണെങ്കിൽ മാത്രം, ഇപ്പോഴത്തെ ഈ ഹാവൽസിനെ സംബന്ധിച്ചൊരു നെഗറ്റീവ് എന്ന് പറയുന്നതിൻ്റെ വാല്യുവേഷനാണ്. വളരെ ഹയർ വാല്യൂവിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 700 ബിലോ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. കറണ്ട് ലെവൽ ഒരിക്കലും ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. അതേസമയത്ത് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു സേഫ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ച് ഹൈയിലാണ് മൂവ് ചെയ്യുന്നത്. ദെൻ മദേഴ്സ് ആൻഡ് സുമിയാണ്. 395 ആണ് റീസെൻറ്റ് വന്നിരിക്കുന്ന ഹൈ. 144 ലെവലിലാണ്. കാരണം ഡീപ്പായിട്ടുള്ള കറക്ഷൻ മോഡിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളാണ്. കാരണം വാല്യുവേഷനാണ് അട്രാക്ഷൻ. 125 ലെവലിലേക്ക് മദേഴ്സ് ആൻഡ് സുമി വരികയാണെങ്കിൽ ഒരു ഡീപ്പ് ഡിസ്കൗണ്ടിലാണ് മദേഴ്സ് ആൻഡ് സുമി മൂവ് ചെയ്യുന്നത്. അപ്പോൾ അഗെയിൻ 125 സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയ ആണ്. ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് വളരെ ഹൈ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് അടുത്ത കറക്ഷനോടുകൂടി ഇദ്ദേഹം ആവറേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റ് ഇൻവെസ്റ്റേഴ്സിനും റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ 125 ലെവൽ ഒരു ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ലെവൽ ഏരിയ ആണ് കൺസിഡർ ചെയ്യുക. ദെൻ ഡാബർ ആണ്. ഡാബർ സേഫായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ തന്നെയാണ്. ഡാബറിനെ സംബന്ധിച്ച് ഇയർലി ഹൈ 490 ആണ്. ഇപ്പോഴും ആ ഒരു ലെവലിനടുത്ത് വലിയൊരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തില്ല. ലോങ് ടൈം വ്യൂവിൽ സേഫായിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ്. 430 ലെവലാണ് സ്റ്റോക്ക് ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ട്. ദെൻ 430 ലെവൽ എന്ന് പറയുന്നത് ഒരു ഫെയർ വാല്യൂ ആണ്. മാർക്കറ്റിൽ കമ്മിങ് 3 months ഞാൻ പലപ്പോഴും ഡിസ്കസ് ചെയ്താണ്, വോളറ്റിലിറ്റി വളരെ ഹൈ ആകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന റൈഡ് എന്ന് പറയുന്നത് ഈ ബജറ്റ് അതിൻ്റെ ഡിസ്കഷൻസ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് പോലും ഇനീഷ്യലി മാർക്കറ്റ് വലിയൊരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ ഗ്രോത്ത് കൺസേൺ, ട്രേഡ് വാർ, അത് റിലേറ്റഡ് ആയ ന്യൂസുകൾ കൊണ്ട് മാർക്കറ്റ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തിരുന്നു. എന്നാൽ ബജറ്റ് അതിൻ്റെ പോസിറ്റീവായുള്ള ഔട്ട്കം അതാണ് എഗെയിൻ 11,000 മാർക്കിലേക്ക് മാർക്കറ്റ് വരാനുള്ള റീസൺ. അതോടൊപ്പം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ അനൗൺസ് ചെയ്തു. അതുകൊണ്ടാണ് എഗെയിൻ മാർക്കറ്റ് ഇപ്പോഴും ഒരു ഹൈ ലെവലിൽ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ അത് തന്നെയാണ്. അപ്പോൾ വീണ്ടും കറക്ഷനുള്ള പോസിബിലിറ്റി മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. ഓരോ കറക്ഷനും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ 430 ആണ് ഡാബറിനെ സംബന്ധിച്ച് അടുത്തൊരു സപ്പോർട്ട് ലെവൽ. 470 ലെവലിലേക്ക് വരികയാണെങ്കിൽ അതൊരു മൈനർ റെസിസ്റ്റൻറ്റ് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻഡിഗോയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ആ ഒരു സെക്ടറിൽ ഏറ്റവും പോസിറ്റീവായിട്ട് മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. 1520 ലെവൽ വരെ ഈ സ്റ്റോക്ക് ഹൈ പോയിരുന്നു. ഇപ്പോൾ ഒരു കറക്ഷൻ മോഡിലാണ്. 1120 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു സെക്ടറിൽ പലപ്പോഴും നെഗറ്റീവ് ആണെങ്കിലും പ്രോഫിറ്റബിലിറ്റിയിൽ ഈ സ്റ്റോക്ക് ഇൻഡിഗോ വളരെ നല്ല മാനേജ്മെൻ്റ് ആണ്. അതാണ് അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. 1240 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ബജാജ് ഇലക്ട്രിക്കൽസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് സെലക്ഷൻ എല്ലാം വളരെ നല്ലതാണ്. ചില സ്റ്റോക്കുകൾ മാത്രം വാല്യൂഷൻ കുറച്ച് ഹൈ ആണ്. അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് കുറച്ച് ഹൈ ആണ്. അഗൈൻ ബജാജ് ഇലക്ട്രിക്കൽസും ഞാൻ നേരത്തെ പറഞ്ഞ ബജറ്റ് അതിൻ്റെ ഒരു ബെനിഫിഷ്യറി ആണ്. അപ്പോൾ വീണ്ടും കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഈ സ്റ്റോക്കും വളരെയധികം ഹയർ ലെവലിലേക്ക് പോയതിന് ശേഷം ഒരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്താണ്. ഒരു 400 ലെവലിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ 440 ലെവലിലേക്ക് സ്റ്റോക്ക് വരികയാണെങ്കിൽ 440, 420 ലെവലൊക്കെ തന്നെ ഓരോ കറക്ഷനും ബജാജ് ഇലക്ട്രിക്കലിനെ സംബന്ധിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 500 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഫെഡറൽ ബാങ്ക് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ബാങ്കാണ്. റിസൾട്ട് ബെറ്റർ ആയിരുന്നു. എഗെയിൻ ഒരു കറക്ഷൻ മോഡിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 86 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 81 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് ബെറ്റർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ കണ്ടത്. എഗെയിൻ ഈ സ്റ്റോക്കിൻ്റെ റൈഡിനുള്ള പോസിബിലിറ്റി. അപ്പോൾ ഇമ്മീഡിയറ്റ് ഒരു മൈനർ റെസിസ്റ്റൻസ് 95 ലെവൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും
ഒരു 120-130 ലെവലിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചുണ്ട്. പല റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. ഓരോ കറക്ഷനും ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് ലോങ് ടേം വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിളാണ്. ദെൻ ICICI ബാങ്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. 353 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ പലപ്പോഴും മാർക്കറ്റ് വാച്ച് അഡ്വൈസ് ചെയ്യുന്ന സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ വളരെ നല്ല മാനേജ്മെൻറ്റാണ്, വലിയ ചേഞ്ചസ് സംഭവിച്ചു, വളരെ നല്ല ബിസിനസ് മോഡലാണ്. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ എഗെയിൻ ഒരു 330 ലെവലിലേക്ക് വരികയാണെങ്കിൽ അതിനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. കാരണം മാർക്കറ്റിൽ വോളറ്റിലിറ്റി വരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇൻഡിവിജ്വലി സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് കൊണ്ടല്ല, അതിലുപരി എക്സ്റ്റേണലി നിൽക്കുന്ന പൊളിറ്റിക്കൽ ഇക്കണോമിക്കലായി വരുന്ന ന്യൂസുകൾ മാർക്കറ്റിനെ സ്വാഭാവികമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതൊരു വലിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. എഗെയിൻ 330 ലെവലിലേക്ക് വരികയാണെങ്കിൽ ICICI ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 380 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ പവർ ഗ്രിഡ് ആണ്. പവർ ഗ്രിഡ് സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കാണ്. 180 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാം. 200 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ എല്ലാം തന്നെ വളരെ നല്ല സ്റ്റോക്കുകളാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ എല്ലാവരെയും സംബന്ധിച്ച് വാല്യുവേഷൻ അവരുടെ ഓരോരുത്തരുടെയും ബൈയിങ് റേറ്റ് വളരെ ഹൈ ആണ്. അപ്പോൾ ഓരോ സ്റ്റോക്കും നല്ല ഫണ്ടമെൻ്റലി സൗണ്ടായി നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള കമ്പനിയാണെങ്കിൽ ഓരോ കറക്ഷനും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 2 to 3 ഇയർ ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അഡ്വൈസബിൾ. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. ഭുവനേന്ദ്രൻ, നമുക്കിനി മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ ചാർട്ട് പരിശോധിക്കാം. എവിടെയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ? അഭിലാഷ്, ടെക്നിക്കലി 11,000 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആണ്. പലപ്പോഴും നമുക്കറിയാം ആ ഒരു ലെവലിന് വന്നതിന് ശേഷമാണ് മാർക്കറ്റ് ലാസ്റ്റ് 1 മന്ത് ആയിട്ട് ഒരു മൂവിങ് റേഞ്ച് 10,500 11,000 ലെവലിലാണ് മൂവ് ചെയ്തിരുന്നത്. ഈവൻ ലാസ്റ്റ് വീക്ക് പോലും ആ ഒരു 11,000 അടുത്തേക്ക് 10,988 വന്നതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. എഗെയിൻ 11,000 ഒരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യാനാണ് സാധ്യത. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ആ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം വരണമെങ്കിൽ നെക്സ്റ്റ് വീക്ക് വരുന്ന RBIയുടെ പോളിസി തന്നെയാണ് ആ ഡിസിഷൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഡിസിഷൻ പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ 11,000 മാർക്ക് ബ്രേക്ക് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. 11,000 മാർക്ക് ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ അനദർ ഒരു 200 പോയിൻറ്റ്സിന് റൈഡ് 11,200 ലെവലിലേക്ക് നിഫ്റ്റി മൂവ് ചെയ്യാനുള്ള സാഹചര്യം നിലനിൽക്കും. അതല്ലാത്ത സാഹചര്യത്തിൽ എഗെയിൻ 10,500ഉം 10,680 എന്ന് പറയുന്ന മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് പോലും 10,680 ബ്രേക്ക് ചെയ്ത സമയത്താണ് 10,600 ബിലോ മാർക്കറ്റ് മൂവ് ചെയ്ത്. ആ സമയത്താണ് ചില പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം, ബജറ്റ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ മാർക്കറ്റിന് വളരെ പോസിറ്റീവായിരുന്നു. അതിൻ്റെ റിഫ്ലക്ഷനാണ് ലാസ്റ്റ് വീക്ക് നമ്മൾ വീക്കെൻഡോടുകൂടി മാർക്കറ്റിൽ ഒരു ഷാർപ്പായിട്ടുള്ള റിക്കവറി മോഡിലേക്ക് വരാനുള്ളൊരു പ്രധാന റീസൺ ബജറ്റ് തന്നെയാണ്. നെക്സ്റ്റ് വീക്ക് എന്തായാലും ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിട്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ വളരെയധികം റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ RBIയുടെ പോളിസി, ഈ 2 ന്യൂസുകളാണ് മാർക്കറ്റിൻ്റെ ഫർദർ റൈഡിനെ തീരുമാനിക്കുന്നത്. വളരെ നന്ദി ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലൂടെ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. മാർക്കറ്റ് വാച്ചിൽ ഇനി ബിഗിനേഴ്സ് ഗൈഡാണ്. ഈ വാരം നിക്ഷേപത്തിന് അനുയോജ്യമായ ഒരു പ്രധാനപ്പെട്ട ഓഹരിയും ഒരു പ്രധാന മ്യൂച്വൽ ഫണ്ടുമാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആഴ്ച പരിചയപ്പെടുത്തുന്നത് ഇന്ത്യൻ മൾട്ടിനാഷണൽ പെയിൻറ് കമ്പനിയായ ഏഷ്യൻ പെയിൻറ്റ്സ് ലിമിറ്റഡ് ആണ്. ഡെക്കറേറ്റീവ്, ഓട്ടോമേറ്റീവ് ആൻഡ് ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റ് എന്നീ കാറ്റഗറിക്ക് വേണ്ടി പെയിൻറ് മാനുഫാക്ചറിംഗ് ആണ് ഏഷ്യൻ പെയിൻറ്റ്സ് ചെയ്യുന്നത്. കൂടാതെ ഹോം ഡെക്കർ, ബാത്ത് ഫിറ്റിംഗ്സ്, വാൾ പ്രൈമർ, വുഡ് പ്രൈമർ, പുട്ടി ആൻഡ് സ്റ്റെയിനേഴ്സ് എന്നിവയും ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പ്രൊമോട്ടേഴ്സിന് 53% ഹോൾഡിംഗ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 26% ഹോൾഡിംഗ്സും നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 21% ഹോൾഡിംഗ്സുമാണ് ഉള്ളത്. ഈ ക്വാർട്ടറിലെ റിസൾട്ട് വന്നപ്പോൾ റവന്യൂ 24.3% ഗ്രോ ചെയ്ത് 5,294 കോടി ആയിട്ടുണ്ട്. ഡെക്കറേറ്റീവ് ബിസിനസ് സെഗ്മെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ഗ്രോത്ത് ഉള്ളത്. വളരെ നല്ല സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ബ്രാൻഡ് വാല്യൂ എന്നിവയുമായി പെയിൻറ് ഇൻഡസ്ട്രിയിൽ ഇവരെ വെല്ലാൻ ആരുമില്ല. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വ്യതിയാനങ്ങൾ ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുമെങ്കിലും 2022 എല്ലാവർക്കും വീട് എന്ന ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ഹൗസിംഗ് പെയിൻറ്റ്സിന് ഡിമാൻഡ് കൂട്ടുമെന്നതിൽ സംശയമില്ല. ഏഷ്യൻ പെയിൻറ്റ്സ് കറന്റ് മാർക്കറ്റ് പ്രൈസ് ₹1,455, ഫിനാൻഷ്യൽ ഇയർ 2020 ടാർഗറ്റ് ₹1,818. ഈ ആഴ്ച പരിചയപ്പെടുത്തുന്ന മ്യൂച്വൽ ഫണ്ട് ഫ്രാങ്ക്ലിൻ ഇന്ത്യ ടാക്സ് ഷീൽഡ് ഫണ്ടാണ്. ഈക്വിറ്റീസ്, PSU ബോണ്ട്സ്, ഡിബെഞ്ചേഴ്സ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നിവയിലാണ് ഫണ്ടിന് എക്സ്പോഷർ ഉള്ളത്. 60 മുതൽ 80% വരെ ലാർജ് ക്യാപ്പിലും ബാക്കി സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പിലുമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിൽ 10.65% റിട്ടേൺസും 5 വർഷത്തിൽ 16.79% റിട്ടേൺസുമാണ് ഫണ്ട് കൊടുത്തിരിക്കുന്നത്. ബാങ്കിങ് ആൻഡ് ഫിനാൻസിൽ 28%,
ഓട്ടോമോട്ടീവിൽ 10%, ഓയിൽ ആൻഡ് ഗ്യാസിൽ 9%, മെറ്റൽസ് ആൻഡ് മൈനിങ്, യൂട്ടിലിറ്റീസ്, ടെക്നോളജി എന്നിവയിൽ 3% വീതവുമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. M&M, ഹിൻഡാൽകോ, ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ഗ്രാസിം, ഇൻഫോസിസ്, IOC എന്നീ സ്റ്റോക്സിലാണ് മെയിൻ ഹോൾഡിംഗ്സ്. ഇൻകം ടാക്സ് റിബേറ്റുള്ള ഫണ്ടായതിനാൽ ടാക്സ് സേവിങ്സ് ഫണ്ട് വിഭാഗത്തിൽ പരിഗണിക്കാവുന്ന ഒരു ഫണ്ടാണിത്. ഫ്രാങ്ക്ലിൻ ഇന്ത്യ ടാക്സ് ഷീൽഡ് ഫണ്ട്, ഫണ്ട് സൈസ് 3,774 crore, NAV 540 rupees. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുന്നു. വിപണിയെ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും അറിയിക്കുക. investment@asiannews.in എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.